പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട മർദ്ദന കേസിൽ 3 പേരെ കൂടി പ്രതി ചേർത്തു. അനിൽകുമാറിനും സന്ദീപിനും പുറമെ ഷൈജു, അരുൺ, വിപിൻ എന്നിവരെയാണ് പ്രതി ചേർത്തത്. പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകി. പിണറായി വിജയൻ നടത്തിയ നവകേരള യാത്രയുടെ ഭാഗമായി ആ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിക്രൂരമായ മർദ്ദനമുണ്ടായത്. പിന്നീട് മുഖ്യമന്ത്രി ഇതിനെ രക്ഷാപ്രവർത്തനം, വാഹനത്തിന് മുന്നിൽ പെടാതിരിക്കാനുള്ള രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ചതൊക്കെ ഏറെ വിവാദമായിരുന്നു. ആ സംഭവത്തിൽ പോലീസുകാരിൽ നിന്ന് മർദ്ദനം കിട്ടിയ ഒരാൾ തന്നെ ആലപ്പുഴയുടെ MLA ആയി മാറിയതൊക്കെ പിന്നീടുള്ള ചരിത്രമാണ്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി. രഘു, ഈ സംഭവത്തിൽ 3 കൂടുതൽ പ്രതികൾ ഉണ്ടെന്നും ഇതിൽ കൃത്യമായ ഒരു ക്രൈം നടന്നിട്ടുണ്ടെന്നുമൊക്കെ അന്നു തൊട്ടേ ആരോപിക്കുന്നതാണ്. ഇപ്പോൾ ഈ കുറ്റപത്രം കോടതിയിൽ റിപ്പോർട്ട് നൽകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കതിൽ മനസ്സിലാവുന്നത്? മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ മുൻപ് അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പതിറ്റാണ്ടുകളായ ഗൺമാൻ അനിൽകുമാർ 1-ാം പ്രതിയും സന്ദീപ് 2-ാം പ്രതിയും കണ്ടാൽ അറിയാവുന്ന മറ്റുദ്യോഗസ്ഥരായിരുന്നു പ്രതികൾ. അതായത് കണ്ടാൽ അറിയാവുന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇവരുടെ പേരുകളൊന്നും പറഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഇന്നാണ് ആലപ്പുഴ MLA AD തോമസും അന്ന് മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി അജയ് ജുവൽ കുര്യാക്കോസും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ മൊഴി നൽകിയത്. പ്രധാനമായും അവർ ഉന്നയിച്ചത് അവർക്കറിയാവുന്ന ആളുകൾ, അവർ പേര് നൽകിയിട്ടും മറ്റുള്ള ആളുകളെ കൂടി കേസിൽ പ്രതി ചേർക്കില്ല എന്നുള്ളൊരു മൊഴി അവർ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതിയിൽ വീണ്ടും പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണമൊക്കെ നടക്കുന്നത്. കോടതിയുടെ പരിഗണനയിലുള്ള കേസ് ആയതുകൊണ്ട് തന്നെ ഈ കേസിൽ പ്രതികളെ ഉൾപ്പെടുത്തണമെങ്കിൽ കോടതിയുടെ സാങ്കേതികമായിട്ടുള്ള അനുമതി കൂടി വേണം. അതിനായിട്ടുള്ള നിയമ നടപടികളാണ് ഇപ്പോൾ അന്വേഷണ സംഘം സ്വീകരിച്ചിരിക്കുന്നത്. രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്.